തിയറീസ് ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി ബയോളജിക്കൽ തിയറി എന്ന് പറയുന്നത് കേട്ടോ. ഫൗണ്ടേഷൻസ് ഓഫ് ബയോളജിക്കൽ മോഡൽ. ബയോളജിക്കൽ മോഡലിൻ്റെ ഫൗണ്ടേഷൻ എന്നാണ്. ബയോളജിക്കൽ മോഡൽ സംടൈംസ് മെഡിക്കൽ മോഡൽ എന്ന് പറയും. അപ്പം ഇത് കുറച്ച് അസംഷൻസ് ഒക്കെയാണ്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തുകൊണ്ടാണ് വരുന്നത്, ഫിസിയോളജിക്കലായിട്ടുള്ള മാൽ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി വിത്തിൻ ദ ബോഡി, അതുകൊണ്ടാണ് സൈക്കോളജിക്കൽ ഡിസോർഡർ വരുന്നത് എന്നുള്ളതാണ് മെഡിക്കൽ മോഡലിൽ പറയുന്നത്. സോ അതാണ് എൻ്റെ ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഇക്വേറ്റ് ചെയ്തിരിക്കുന്ന ഡിസീസ് ആയിട്ടാണ്, മച്ച് ലൈക്ലി ടു എ ഫിസിക്കൽ ഇൽനെസ്. നമുക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനൊക്കെ പറയുന്ന പോലെ തന്നെയാണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഈ മോഡൽ റൂട്ട് ചെയ്യുന്നത് ഫ്രം ദ വർക്ക്സ് ഓഫ് ഹിപ്പോക്രേറ്റ്സ് എന്ന് ആർഗ്യൂ ചെയ്തിരുന്നത് മെൻ്റൽ ഡിസ്റ്റർബൻസ് ആണ് സ്റ്റെംഡ് ഫ്രം നാച്ചുറൽ കോസസ് റാദർ ദാൻ സൂപ്പർ നാച്ചുറൽ കോസസ് എന്നാണ്. അതായത് മെൻ്റൽ ഡിസ്റ്റർബൻസ് സൂപ്പർ നാച്ചുറൽ കോഴ്സിനേക്കാൾ കൂടുതലും നാച്ചുറൽ കോഴ്സസ് കൊണ്ടാണ് സ്റ്റെം ചെയ്തിട്ടുള്ളതെന്നാണ് ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓഫ് ദി സെഞ്ചുറി ബയോളജിക്കൽ വ്യൂ പോയിൻറ്റ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തു ത്രൂ ദി ഡിസ്കവറീസ് ഓഫ് അനാട്ടമി, ന്യൂറോളജി, ജെനറ്റിക്സ് ഒക്കെ വന്നപ്പോൾ. അപ്പോൾ മോഡേൺ ക്ലിനിക്കൽ സൈക്കോളജിയിൽ എന്താ പറയുന്നത്, ബയോളജിക്കൽ മോഡലാണ് എംഫസൈസ് ദി ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ, നെർവസ് സിസ്റ്റം, ജനറ്റിക് ഇൻഹെറിറ്റൻസ്, ബയോകെമിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഇത് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ്, ഇതൊക്കെ എന്താ പറയുക ഓൺസെറ്റും അതിൽ മെയിൻ്റനൻസ് ഓഫ് സൈക്കോപാത്തോളജിക്ക് റൂട്ട് കോഴ്സ് ആണ് എന്ന് പറയുന്നത്. സോ ഈ വ്യൂ പോയിൻ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് ഫൗണ്ടേഷനാണ് മെൻ്റൽ ഇൽനെസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ബയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും സജസ് ദ മെഡിക്കേഷൻസ്, ബ്രെയിൻ സ്റ്റിമുലേഷൻ തെറാപ്പീസ് ഒക്കെ. അപ്പോൾ സെൻട്രൽ അസംഷൻ ഓഫ് ബയോളജിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഡിസോർഡർ ഒരു ഹാവ് എ ഐഡൻറ്റിഫൈഡ് ബയോളജിക്കൽ കോഴ്സ് എന്നുള്ളത്. അതുപോലെ ഈ കോഴ്സസ് ക്യാൻ ബി സ്റ്റഡീസ് സയൻറ്റിഫിക്കലി യൂസിങ് എന്ന മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ച് മെത്തേഡ് വഴിയും. എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് ത്രൂ മെഡിക്കൽ ഇൻ്റർവെൻഷൻ സച്ചസ് എന്ന ഡ്രഗ്സ് വഴി, ബ്രെയിൻ സ്റ്റിമുലേഷൻ വഴി, സർജറി വഴിക്കാണ്. മെൻ്റൽ ഡിസോർഡേഴ്സ് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ കോഴ്സാണ് എന്നുള്ളത് ഇത് സ്റ്റഡി ചെയ്യുന്നത് സയൻറ്റിഫിക്കലിയാണ് യൂസിങ് മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് വഴി എന്നതും. അതുപോലെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ വഴിയാണ്, ലൈക്ക് ഡ്രഗ്സ്, ബ്രെയിൻ സ്റ്റിമുലേഷൻസ്, സർജറി ഒക്കെ വഴി. ഇനി ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ പറയാം. ന്യൂറോ അനാറ്റമിക്കൽ ഫാക്ടേഴ്സ് വെച്ചിട്ടെന്ന് പറയുന്ന സമയത്ത് വൺ ഓഫ് ദ കോർ ആസ്പെക്ട്സ് ഓഫ് ബയോളജിക്കൽ തിയറി എന്ന് പറയുന്നത് ലൈക്ക് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ആണ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ ഇത് കോൺട്രിബ്യൂട്ട് ടു സൈക്കോപാത്തോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂറോ അനാറ്റമിക്കൽ തിയറീസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ബ്രെയിൻ റീജിയൻസിൻ്റെ വരുന്ന ഡിസ്ഫങ്ഷൻസ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടൽ ലോബ് ഡിസ്ഫങ്ഷൻ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനാണ്, ഡിസിഷൻ മേക്കിങ്ങിന്, അതുപോലെ ഇമ്പൾസ് കൺട്രോളിന്, പ്ലാനിങ്ങിനൊക്കെ എന്തെങ്കിലും ഇഫക്റ്റ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്, ഫ്രണ്ടൽ ലോബാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഇമ്പൾസ് കൺട്രോൾ, പ്ലാനിങ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്. അപ്പോൾ ഫ്രണ്ടൽ ലോബിന് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഡാമേജ് ഓർ അബ്നോർമൽ ഫംഗ്ഷനിങ് ഇൻ ദിസ് റീജിയൻ അസോസിയേറ്റഡ് വിത്ത് ഡിസോർഡേഴ്സ് ലൈക്ക് സ്കീസോഫ്രീനിയ, ADHD അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഫോർ ഇൻസ്റ്റൻസ് സ്കീസോഫ്രീനിയ പേഷ്യൻസിന് റെഡ്യൂസ്ഡ് ഗ്രേ മാറ്റർ വോളിയം ആയിരിക്കും അവരുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ കാണിക്കുന്നത്. അപ്പോൾ ദിസ് മേ എക്സ്പ്ലെയിൻ ഡിസോർഗനൈസ്ഡ് തിങ്കിങ്ങും അതുപോലെ ഇമ്പയർഡ് ജഡ്ജ്മെൻറ്റും അവർക്ക് ഉണ്ടാകുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. ഡിസോർഗനൈസ്ഡ് തിങ്കിങ് ആൻഡ് ഇമ്പയർഡ് ജഡ്ജ്മെൻറ്റ് അവർക്ക് ഉണ്ടാകുന്നത് വൈ, ബിക്കോസ് ഓഫ് ദിസ് ഗ്രേ മാറ്റർ, റെഡ്യൂസ്ഡ് ഗ്രേ മാറ്റർ ഇൻ ദി പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ഓക്കെ, ഈ ടെമ്പോറൽ ലോബ് അബ്നോർമാലിറ്റി വരുന്ന സമയത്ത് എസ്പെഷ്യലി ഇൻ ദ ഹിപ്പോകാമ്പസ് ആൻഡ് അമിഗ്ഡല ആ റീജിയനിൽ വരുന്ന സമയത്ത് മെമ്മറി ആൻഡ് ഇമോഷൻസ് തന്നെ കൂടുതൽ എന്താ പറയുക ലിങ്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഹിപ്പോകാമ്പസ് ആൻഡ് അമിഗ്ഡല എന്ന് പറയുന്നത്. അപ്പോൾ ഹിപ്പോകാമ്പസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് മെമ്മറി ആൻഡ് അമിഗ്ഡല ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇമോഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയനിൽ എന്തെങ്കിലും വരുന്ന സമയത്താണ് മൂഡ് ഡിസോർഡേഴ്സും അതുപോലെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അമിഗ്ഡല ഓപ്പൺ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് കോൺട്രിബ്യൂട്ട് ടു ഒരു ഹൈ ആൻഡ് ഫിയർ റെസ്പോൺസ് ഉണ്ടായിരിക്കും. ഹിപ്പോകാമ്പൽ ഷ്രിങ്കേജ് കോമൺ ആണ് ഈ മേജർ ഡിപ്രസീവ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിലൊക്കെ. ഇത് ഒരു ഇമ്പയർഡ് ആയിട്ടുള്ള സ്ട്രെസ് റെഗുലേഷനും കാണിക്കുന്നുണ്ട്. ഈ ബേസിക് ഗാംഗ്ലിയിലേക്ക് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സിന് ലിങ്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സിലേക്ക് ടോറൻറ്റ് സിൻഡ്രോം ഒക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ന്യൂറോ ഇമേജിങ് ഇൻഡൻസസ് ലൈക്ക് നമുക്ക് ടെക്നിക്സ് എന്തൊക്കെ MRIs, FMRIs, PET ടെക്നിക്സ് ഒക്കെ ഒരു എംപിരിക്കൽ എവിഡൻസ് കൊടുക്കുന്നുണ്ട് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അബ്നോർമാലിറ്റീസ് മെൻ്റൽ ഡിസോർഡേഴ്സിനെ ലീഡ് ചെയ്യുന്നു എന്നുള്ളത്. ഹൈപ്പർ ആക്ടിവേഷൻ ഓഫ് ഡോർസോർ ലാറ്ററൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. ഹൈപ്പർ ആക്ടിവേഷൻ ഏത് ഏരിയയിൽ, ഡോർസോ ലാറ്ററൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ, ഡോർസോ ലാറ്ററൽ ആയിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ നമുക്ക് ഹൈപ്പർ ആക്ടിവേഷൻ ആണ് ലൈക്ക് ഡിപ്രസീവ് പേഷ്യൻസിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്.
പിന്നെ ഈ ന്യൂറോ അനാട്ടമിക്കൽ ഇൻസൈറ്റ്സ് ഒക്കെ ക്ലിനിഷ്യൻസ് ഡയഗ്നോസിസിനും അതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ആൻഡ് ന്യൂറോ കെമിക്കൽ, നമ്മൾ ആദ്യം ന്യൂറോ അനാട്ടമിക്കൽ ഫാക്ടേഴ്സ് പറഞ്ഞു, ദെൻ ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ്. ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ, കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ബാലൻസ്, ലൈക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ദാറ്റ് റെഗുലേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ന്യൂറോൺസ് അല്ലേ. അപ്പോൾ ഇവിടെ ബയോളജിക്കൽ തിയറീസ് എംഫസൈസ് ചെയ്യുന്ന ഇംബാലൻസ് ഇൻ ഡിസ്ഫങ്ഷൻസ് ഓഫ് ഇൻ ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റം പ്ലേ എ മേജർ റോൾ ഇൻ മേജർ ലൈക്ക് മെൻ്റൽ ഡിസോർഡേഴ്സിന് ലീഡ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഡോപ്പമിൻ ഹൈപ്പോത്തിസിസ് ഓഫ് സ്കിസോഫ്രീനിയ. അപ്പോൾ ഡോപ്പമിൻ ഹൈപ്പോത്തിസിസ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഓവർ ആക്ടിവിറ്റി ഓഫ് ഡോപ്പമിൻ ട്രാൻസ്മിഷൻ്റെ ഓവർ ആക്ടിവിറ്റി വരുന്ന സമയത്ത് പെർട്ടിക്കുലർ ഏത് ഭാഗത്ത് മീസോ ലിംബിക് പാത്വേയിലാണ് നടക്കുന്നതെങ്കിൽ ഹാസ് ബീൻ ലിങ്ക്ഡ് വിത്ത് പോസിറ്റീവ് സിംറ്റംസ് സച്ച് ആസ് ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻസ്. ഇൻ സ്കിസോഫ്രീനിയയിൽ ഉണ്ടാകുന്ന ഹാലൂസിനേഷൻ ഡെലൂഷനും ലൈക്ക് എവിടെ മീസോലിംബിക് പാത്വേയിലെ ഡോപ്പമിൻ്റെ ട്രാൻസ്മിഷന് ഓവർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ ദാറ്റ് ഈസ് ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ പ്രസൻ്റ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. കോൺവേഴ്സ്ലി അണ്ടർ ആക്ടിവിറ്റിയാണ് മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഉണ്ടാവുന്നതെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് നെഗറ്റീവ് സിംറ്റംസ് ലൈക്ക് ഇമോഷണൽ ഫ്ലാറ്റ്നെസ് ആൻഡ് വിത്ഡ്രോവൽ ഉണ്ടാവാം. അപ്പോൾ ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ് ആണ് ഇവിടെ ഈ വർക്ക് ബൈ ബ്ലോക്കിംഗ് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് പ്രൊവൈഡിങ് സ്ട്രോങ് സപ്പോർട്ട് ഫോർ ദിസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഡോപ്പമിൻ ഹൈപ്പോത്തിസിസ് ഓഫ് സ്കിസോഫ്രീനിയ, മീസോലിംബിക് പാത്വേയിൽ ഓവർ ആക്ടിവിറ്റി ഓഫ് ഡോപ്പമിൻ ഉണ്ടാവുകയാണെങ്കിൽ, ട്രാൻസ്മിഷൻ ഉണ്ടാവുകയാണെങ്കിൽ വിച്ച് ഈസ് പോസിറ്റീവ് സിംറ്റംസ് ഓഫ് ഓവർ ആക്ടിവിറ്റി ഈസ് പോസിറ്റീവ് സിംറ്റംസ് ആൻഡ് ഹാലുസിനേഷൻ ഡെലൂഷൻ. കൺവേഴ്സ്ലി അണ്ടർ ആക്ടിവിറ്റി ഇൻ മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഉണ്ടാവുകയാണെങ്കിൽ മീസോകോർട്ടിക്കൽ പാത്വേ കേട്ടോ, ഫസ്റ്റ് മീസോലിംബിക്കും സെക്കൻഡ് മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഉണ്ടാവുകയാണെങ്കിൽ നെഗറ്റീവ് സിംറ്റംസ് ഇമോഷൻസ് ഫ്ലാറ്റർനെസ്സും വിത്ഡ്രോവലും കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കവിടെ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് കൊടുക്കാം. ഇനി സെറോട്ടോണിൻ ആൻഡ് ഡിപ്രഷൻ. അപ്പോൾ ഡെഫിഷ്യൻസി ഇൻ സെറോട്ടോണിൻ ലെവൽസ് ഇൻ സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് ഡിപ്രഷൻ, ആൻസൈറ്റി ആൻഡ് OCD. ഓക്കെ, അപ്പോൾ ഡെഫിഷ്യൻസി സെറോട്ടോണിൽ ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ നമുക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും അതുപോലെ തന്നെ OCD ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് SRIs നമുക്ക് കൊടുക്കാം, ലൈക്ക് സെറോട്ടോണിൻ റെഗുലേഷൻസ് മൂഡ് ഡിസോർഡേഴ്സിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നോർ എപ്പിനെഫ്രിനും ബൈപ്പോളാർ ഡിസോർഡർ. ഡിസ്റെഗുലേഷൻ, നോർ എപ്പിനെഫ്രിനിൽ എന്തെങ്കിലും ഡിസ്റെഗുലേഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷനും ലൈക്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനിയോ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഗാബ ആൻഡ് ആൻസൈറ്റി. ഗാബ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, അതാണ് ഗാബയുടെ ഫുൾ ഫോം, ഗാബ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. ഗാബ എന്ന് പറയുന്നത് ഇതിൽ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അത് നമ്മുടെ ന്യൂറോണിൽ എക്സൈറ്റബിലിറ്റി റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ലോ ഗാബ ആണ് എന്നുണ്ടെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറും പാനിക് ഡിസോർഡേഴ്സിനും ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ലോ ഗാബയാണെന്നുണ്ടെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിന് പാനിക് ഡിസോർഡറിന് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഗ്ലൂട്ടാമേറ്റ് സ്കിസോഫ്രീനിയ. ഗ്ലൂട്ടാമേറ്റിൻ്റെ ഡിസ്ഫങ്ഷൻ സ്കിസോഫ്രീനിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. എക്സ്പാൻഡ് ബിയോണ്ട് ട്രഡീഷണൽ ഡോപ്പമിൻ, ഇതൊരു എക്സ്പാൻഷനാണ്. ഇതൊരു എമർജൻറ്റ് തിയറിയും കൂടിയാണ് ഗ്ലൂട്ടാമേറ്റിൻ്റെ ഡിസ്ഫങ്ഷൻ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദീസ് ന്യൂറോ കെമിക്കൽ തിയറീസ് ഇൻക്ലൂഡ് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം, ആൻറ്റിഡിപ്രസൻസ്, ആൻറ്റിസയോളിറ്റിക്സ്, അതുപോലെ ആൻസിയോളിറ്റിക്സ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ്, ആൻറ്റിസൈക്കോട്ടിക്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇനി ജനറ്റിക് ഫാക്ടേഴ്സ് ഭയങ്കര ക്രൂഷ്യൽ ഒരു ഫാക്ടറാണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്. ലൈക്ക് ഫാമിലി ട്രീറ്റ് സ്റ്റഡീസ്, അഡോപ്റ്റീവ് സ്റ്റഡീസ് ഒക്കെ, അതുപോലെ മോളിക്കുലർ സ്റ്റഡീസ്, ജനറ്റിക്സ് ഒക്കെ നടന്നു വെച്ചാൽ ഹെറിറ്റബിലിറ്റി എന്ന് പറയുന്നൊരു കോമ്പണൻറ്റ് വളരെ കൂടുതലാണ് മെൻ്റൽ ഡിസോർഡേഴ്സിൽ. അപ്പോൾ ട്വിൻ സ്റ്റഡീസ് പറയുകയാണെങ്കിൽ മോണോസൈക്കോട്ടിക് ട്വിൻസിന് ഹയർ കോൺകോർഡൻസ് റേറ്റ്സ് ആണ്. ലൈക്ക് സ്കിസോഫ്രീനിയ, ഡിപ്രഷൻ, ബൈപ്പോളർ ഡിസോർഡേഴ്സ് ഒക്കെ കാണുന്നത്. ലൈക്ക് ഡൈസൈക്കോട്ടിക് ട്വിൻസിനെയൊക്കെ കൂടുതൽ ഇവർക്ക് കാണിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കോൺകോർഡൻസ് റേറ്റ് എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയയ്ക്ക് അബൌട്ട് 40 to 50% ആണ് ഐഡൻറ്റിക്കൽ ട്വിൻസിന്. ഓക്കെ, ഇനി ഫാമിലി സ്റ്റഡീസ് പറയുന്നത് സർട്ടൻ ഡിസോർഡേഴ്സ് ആണ് ഇൻ ഫാമിലീസ്. എക്സാമ്പിൾ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനെ ഇൻഡിവിജ്വൽസ് മേജർ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഡിപ്രഷൻ ഇൻ ദ ചൈൽഡ് എന്നാണ് പറയുന്നത്. ഇനി മോളിക്കുലർ ജനറ്റിക്സ് പറയുന്നത് അഡ്വാൻസ്ഡ് ഇൻ മോളിക്കുലർ ബയോളജി ഐഡൻറ്റിഫൈ ദാറ്റ് സ്പെസിഫിക് ജീൻസ് ആൻഡ് പോളിമോർഫിസംസ്. സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസും പോളിമോർഫിസംസും വൾനറബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, ചില മെൻ്റൽ ഇൽനെസ്സിന് വൾനറബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതല്ല, വൾനറബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേരിയേഷൻ സെറോട്ടോണിൻ ട്രാൻസ്പോർട്ടർ ജീനിന്
അത് നമുക്ക് ഡിപ്രഷൻ്റെ അതുപോലെ സ്ട്രെസ് വരുന്ന സമയത്ത് ഡിപ്രഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ പോളിജെനിക് നേച്ചർ ഓഫ് ഡിസോർഡർ മോസ്റ്റ് മെൻ്റൽ ഇൽനെസ്സും ലൈക്ക് സിംഗിൾ ജീനിങ് കൊണ്ട് ഉണ്ടാകുന്നതല്ല, ഇൻട്രാക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ ജീൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് പറയുന്നത്. അപ്പം നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ജനറ്റിക് വൾനറബിലിറ്റി കമ്പൈൻഡ് വിത്ത് ട്രോമാറ്റിക് ലൈഫ് എക്സ്പീരിയൻസ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് PTSD എന്നാണ് പറയുന്നത്. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ജനറ്റിക് തിയറീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിസ്ക് അസസ്മെൻറ്റ്, ഏർലി ഇൻ്റർവെൻഷൻ, അതുപോലെ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ് പെർട്ടിക്കുലർലി ഫോർ ഹൈ റിസ്ക് പോപ്പുലേഷൻ. ഇനി എവല്യൂഷണറി പെർസ്പെക്റ്റീവ് പറയുന്നത് ബയോളജിക്കൽ തിയറീസ് ഓൾസോ ഡ്രോ ഫ്രം എവല്യൂഷണറി സൈക്കോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ സം സൈക്കോളജിക്കൽ ട്രൈറ്റ്സ് ആൻഡ് വൾനറബിലിറ്റീസ് മേ അഡാപ്റ്റീവ് ഇൻ ഒറിജിൻസ്. ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ എങ്ങനെയാണ്? എവല്യൂഷണറി പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഫിയർ റെസ്പോൺസസ് ആർ അഡാപ്റ്റീവ് സർവൈവൽ മെക്കാനിസം ആണല്ലോ. അപ്പോൾ ഈ മോഡേൺ കോണ്ടെക്സ്റ്റ് ഇത് ഹയർ റെസ്പോൺസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോബിയ ആൻഡ് ആൻസൈറ്റി ഡിസോർഡേഴ്സ്. ഫിയർ എന്ന് പറയുന്നത് നമുക്കൊരു അഡാപ്റ്റീവ് ആയിട്ടുള്ള സർവൈവൽ മെക്കാനിസമാണ്. ഇത് കൂടുതൽ സമയത്താണ് നമുക്ക് ഫോബിയ ആൻസൈറ്റി ഡിസോർഡേഴ്സും ഉണ്ടാകുന്നത്. ഇനി ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിപ്രസീവ് സിംപ്റ്റംസ് മേ ഹാവ് ഹാഡ് അഡാപ്റ്റീവ് വാല്യൂ ബൈ സിഗ്നലിംഗ് സോഷ്യൽ വിഡ്രോവൽ ഓർ കൺസേർവിങ് എനർജി ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് സ്ട്രെസ്. അതായത് ഇത് തിയറിസ്റ്റൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രസീവ് സിംപ്റ്റംസ് എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റീവ് വാല്യൂ ആണ്, അതായത് സോഷ്യൽ വിഡ്രോവലിനെ സിഗ്നലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ എനർജി ഒരു പീരീഡ് ഓഫ് സ്ട്രെസ്സിൽ നമ്മുടെ എനർജി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെക്കാനിസം ആയിട്ടാണ് ഡിപ്രഷനെ പറയുന്നത്. ഇനി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ പറയുന്നത് റിച്വലിസ്റ്റിക് ബിഹേവിയർ മേ ഇവോൾവ് ആസ് എ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. ചെക്കിങ് ത്രെഡ്സിനെ ചെക്ക് ചെയ്യുക, അതുപോലെ ക്ലീനിങ് ടു അവോയ്ഡ് ഡിസീസ്, ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നോക്കുന്ന റിച്വലിസ്റ്റിക് ആയ ബിഹേവിയറാണ്. ലേറ്റർ അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായിട്ട് വന്ന സംഭവമാണ് ഇങ്ങനെ ഇവോൾവ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾഡോ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എവല്യൂഷണറി മോഡൽ സെൽഫ്സ് എക്സ്പ്ലെയിൻ വൈ മെൻ്റൽ ഡിസോർഡർ ആർ സോ പ്രിലവൻറ്റ് ആൻഡ് പെർസിസ്റ്റൻ്റ് അക്രോസ് കൾച്ചർ എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി മെഡിക്കൽ മോഡൽ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഇംപ്ലിക്കേഷൻസ് പറയുന്ന സമയത്ത് ലൈക്ക് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, ബയോളജിക്കൽ ഫങ്ഷന്, നമുക്ക് സൈക്കോ ഫാർമക്കോളജി പറയുമ്പോൾ ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കാം, സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് എന്താണ് ഫ്ലൂസിറ്റി ഇൻക്രീസ് സെറോട്ടോണിൻ ലെവൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിപ്രഷനും ആൻസൈറ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാം ഫ്ലൂവോസെറ്റിൻ ആൻഡ് നമുക്ക് ആൻറ്റിസൈക്കോട്ടിക് ആയിട്ട് മെഡിക്കേഷൻ സച്ചസ് ഹാലോപെരിഡോൾ, അതുപോലെ ക്ലോസാഫിൻ. അതുപോലെ ക്ലോസാഫിൻ ഇത് നമുക്ക് ഡോപ്പമിൻ്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഹാലൂസിനേഷൻ മാനേജ് ചെയ്യാനും ഡെലൂഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി സ്കിസോഫ്രെനിക്ക് യൂസ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ്? ഹാലോപെരിഡോളും ക്ലോസാഫിനും ഹാലോപെരിഡോളും. ഇനി മോർ സ്റ്റെബിലൈസ് ആയിട്ടുള്ള ലിഥിയം, അതുപോലെ കൺവൾസൻസ് ആയിട്ടുള്ള വാൽപ്രോയിറ്റ് നമുക്ക് ബൈപ്പോളർ ഡിസോർഡേഴ്സൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. ഇനി ആൻസിയോലിറ്റിക്സ് ആയിട്ടുള്ള ബെൻസോഡയഫിക്സ് ഗാബയുടെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസൈറ്റി സിംപ്റ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഇനി ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ECT അത് ഒരു കോൺട്രവേഴ്ഷ്യലാണ്. പക്ഷേ ECT റിമെയിൻസ് ഇഫക്റ്റീവ് ഫോർ സിവിയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, റെസിസ്റ്റൻസുള്ള ഡിപ്രഷനൊക്കെ കൊടുക്കും. അതുപോലെ കൺട്രോൾഡ് സീഷ്യർസ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്ടിവിറ്റി ആൻഡ് ഇംപ്രൂവ് മൂഡ്. അത് പിന്നെ ന്യൂറോ സർജറീസ് ഭയങ്കര റെയർ ആയിട്ടേ ഉള്ളൂ. ആൻഡ് ന്യൂറോ സർജറി, ബ്രെയിൻ സ്റ്റിമുലേഷൻസ് ഒക്കെ റെയർ കേസസ് സച്ച് ആസ് സൈക്കോ സർജറി ഓർ മോഡേൺ പ്രൊസീജിയേഴ്സ്, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻസ്, അതുപോലെ സിവിയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻസ് ഉള്ളവർക്കാണ് നമുക്ക് OCD ഡിപ്രഷനൊക്കെ. പിന്നെ ബയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ലൈക്ക് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഫോർ ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ലൈക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് ആണ്, എംപെരിക്കൽ ഫൗണ്ടേഷനാണ് മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട്. പിന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ലൈക്ക് സിംറ്റംസിനെ ഇതാക്കാൻ വേണ്ടി എലിവേറ്റ് ചെയ്യാനും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടി. പിന്നെ ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റ്, ബ്രെയിൻ ആക്ടിവിറ്റി ഒക്കെ നന്നായിട്ട് മെഷർ ചെയ്തിട്ട്, അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കി ജനറ്റിക് പ്രീഡിസ്പോഷനൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ സൈക്കോളജി, മെഡിസിനും ന്യൂറോ സയൻസ് തമ്മിലൊരു ഗ്യാപ്പ് ഇവിടെ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഓഫൺ ക്രിട്ടിസൈസ്ഡ് ഫോർ റിഡക്ഷനിസം, റെഡ്യൂസ് കോംപ്ലക്സ് സൈക്കോളജിക്കൽ ഫിനോമിന, ബ്രെയിൻ കെമിസ്ട്രി സച്ച് ആൻഡ് ജീൻസും നെഗ്ലക്റ്റ് അതൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ എൻവയോൺമെൻറ്റൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനോട് നെഗ്ലക്റ്റ് ചെയ്യാണ്. പിന്നെ മെഡിക്കേഷൻസിൽ ഓവർ റിലൈ ചെയ്യുന്നു.
സൈക്കോതെറാപ്പിയുടെ സോഷ്യൽ സപ്പോർട്ടൊക്കെ ഇവിടെ ഇഗ്നോർ ചെയ്യുകയാണ്. പിന്നെ ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ റിക്വയർസ് സ്റ്റിഗ്മറ്റൈസിങ് ആണ്. അതുപോലെ ബയോളജിക്കൽ ഡിഫക്റ്റ് പൊട്ടൻഷ്യലി റെഡ്യൂസിങ് പേഴ്സണൽ ഏജൻസീസ്. പിന്നെ സൈഡ് എഫക്ട്സ് ഓഫ് മെഡിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് ECT ആണെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള അസിബിലിറ്റി ആയിരിക്കും. പിന്നെ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ലൈക്ക് ഹൈ പ്രാക്ടിക്കൽ ഡ്രോബാക്സ് ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബയോളജിക്കൽ ഫൗണ്ടേഷൻസ്, തിയറീസ് അപ്ലൈഡ് ഇൻ സൈക്കോളജി വിത്ത് ബയോളജിക്കൽ മോഡൽ ഫൗണ്ടേഷൻസ്.